അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. നമുക്കിനി സൂറത്തു തൗബയിലെ 34-ാമത്തെ സൂക്തമാണ് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന കസീറം മിനൽ അഹ്ബാരി, മതപണ്ഡിതന്മാരിൽ അധിക പേരും, റുഹ്ബാനി, പുരോഹിതന്മാരിലെ അധിക പേരും, ലയഅ്കുലൂന, അവർ തിന്നുക തന്നെയാകുന്നു, അംവാലൻ നാസി, ജനങ്ങളുടെ മുതൽ, ബിൽ ബാത്തിലി, നിഷിദ്ധമായ വിധത്തിൽ, നിഷിദ്ധമാർഗേണ, വയസുദ്ദൂന, അവർ തടയുകയും ചെയ്യുന്നു, അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, വല്ലദീന യക്നിസൂന, ശേഖരിച്ചു വെക്കുന്നവർ, സംഭരിച്ചു വെക്കുന്നവർ, അദ്ദഹബ, സ്വർണം, വൽ ഫിദ്ദ, വെള്ളിയും, വലാ യുൻഫിഖൂനഹ, അവർ അത് ചെലവഴിക്കുന്നുമില്ല, ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഫബശ്ശിർഹും, അവരെ സുവിശേഷമറിയിക്കുക, അവരെ സന്തോഷവാർത്ത അറിയിക്കുക, ബിഅദാബിൻ അലീം, വേദനയേറിയ ശിക്ഷ കൊണ്ട്. ഒന്നുകൂടെ അർത്ഥം പറയാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ, സത്യവിശ്വാസം സ്വീകരിച്ചവരെ, ഇന്ന കസീറം മിനൽ അഹ്ബാരി, തീർച്ചയായും മതപണ്ഡിതന്മാരിലെ അധികം ആളുകളും, വറുഹ്ബാനി, പുരോഹിതന്മാരിലെ അധികം ആളുകളും, ലയഅ്കുലൂന അംവാലൻ നാസി, അവർ ജനങ്ങളുടെ മുതലുകൾ തിന്നുന്നു, ബിൽ ബാത്തിലി, ബാത്തിലായിക്കൊണ്ട്, അന്യായമായി, നിഷിദ്ധമായിക്കൊണ്ട്, വയസുദ്ദൂന അൻ സബീലില്ലാ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ തടയുകയും ചെയ്യുന്നു, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണവും വെള്ളിയും സംഭരിച്ച് വെക്കുന്നവർ, ശേഖരിച്ച് വെക്കുന്നവർ, വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാഹ്, വലാ യുൻഫിഖൂനഹ, അവർ അതിനെ ചെലവഴിക്കുന്നുമില്ല, ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഫബശ്ശിർഹും, അപ്പോൾ അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക, ബിഅദാബിൻ അലീം, വേദനിപ്പിക്കുന്ന ശിക്ഷ കൊണ്ട്. അർത്ഥം വളരെ വ്യക്തമാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്, വിശ്വസിച്ചവരെ. എന്നിട്ട് പറയുന്നത് ആരെ സംബന്ധിച്ച? ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ. ഹിബർ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് അഹ്ബാർ. 31-ാമത്തെ സൂക്തത്തിൽ അത് വന്നല്ലോ. ജൂത പണ്ഡിതന്മാർക്കാണ് ആ പ്രയോഗം നടത്തുക, ആ പ്രയോഗം പ്രയോഗിക്കുക. വറുഹ്ബാൻ, റാഹിബ്, ഇതിൻ്റെ ബഹുവചനമാണ്. ക്രിസ്തീയ പുരോഹിതന്മാർക്ക്, നമുക്കറിയില്ല, ക്രിസ്ത്യാനികളിൽ പൗരോഹിത്യമുണ്ട്, പുരോഹിതന്മാരുണ്ട്. അവർക്ക് റുഹ്ബാൻ എന്നാണ് പറയുക. അവരാണ് അവരുടെ നേതൃത്വം വഹിച്ചു കൊണ്ടിരിക്കുന്നത്. അഹ്ബാർ എന്ന് പറഞ്ഞാൽ ജൂത പണ്ഡിതന്മാർ. അപ്പോൾ അത് വിശ്വാസികളെ വിളിച്ച് പറയുക, ജൂതൻ പണ്ഡിതന്മാരിലെയും ക്രിസ്തീയ പുരോഹിതന്മാരിലെയും ഒരുപാട് ആളുകൾ, ധാരാളം ആളുകൾ എന്നാണ്. കസീറൻ, എല്ലാവരും എന്നല്ല, അതിൽ വളരെ സാത്വികരായ, വളരെ സത്യസന്ധരായ, വളരെ ധർമ്മവിശുദ്ധിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ അതിലെ സാമ്പത്തികമായി അച്ചടക്കം പാലിക്കാത്ത ആൾക്കാർ ധാരാളം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ജൂത ക്രൈസ്തവ പുരോഹിതന്മാർ ഒട്ടുമിക്കവരും അങ്ങനെയായിരുന്നു. അവർ ജനങ്ങൾക്ക് സത്യമാർഗം പഠിപ്പിച്ചു കൊടുക്കുകയില്ലെന്ന് മാത്രമല്ല, ജനങ്ങളുടെ പണം അന്യായമായി പിടുങ്ങുവാൻ, അന്യായമായി ആ പണം തങ്ങളുടേതാക്കി മാറ്റാൻ ആവശ്യത്തിനുള്ള ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർ സമുദായത്തിനകത്തുണ്ടാക്കി വച്ചിരുന്നു. പ്രാർത്ഥനയ്ക്ക് പണം വാങ്ങുക, പൂജയ്ക്ക് പണം വാങ്ങുക, പാപപരിഹാര പ്രവർത്തനങ്ങൾക്ക് അഥവാ പാപമോചനം അവർക്ക് കിട്ടണമെങ്കിൽ അതിന് പ്രാർത്ഥിക്കണം, അതിന് പണം വേണം. കല്യാണത്തിന് പണം, കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അതിന് പണം, ആഭിചാരത്തിന് പണം, ആഭിചാരം നീക്കാൻ പണം, ഇങ്ങനെ ശത്രുനിഗ്രഹത്തിന് പണം, ഇങ്ങനെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ
പുരോഹിതന്മാരുടെ കഴിവിലും അധികാരത്തിലും പെട്ടതാണെന്ന മട്ടിൽ ജനങ്ങളുടെ പണം അവർ വല്ലാതെ കൈക്കലാക്കിയിരുന്നു. ഫത്വ കൊടുക്കാൻ, മതവിധി നൽകാൻ പണം. നമുക്കറിയാലോ എന്താണ് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാരെന്ന് പറയുന്ന, അവർ പണ്ഡിതന്മാരാണെന്ന് അവർ തന്നെ അവകാശപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു തരം പൗരോഹിത്യമാണത്. പൗരോഹിത്യമാകട്ടെ ഇസ്ലാമിൽ ഇല്ലതാനും. എന്നിട്ടും അവർ എന്തിനൊക്കെയാണ് കാശ്? പ്രാർത്ഥനയ്ക്ക് പണം, അതിനുവേണ്ടി പ്രാർത്ഥനാ സമ്മേളനം, ഇങ്ങനെ ഫീസ് നിശ്ചയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിശ്ചിത ഫീസില്ലാതെ അതിനൊക്കെ പണം വേണമെന്നുള്ള മട്ടിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആൾക്കാരാണെന്ന് പറയുന്ന ആൾക്കാർ പണമുണ്ടാക്കുക. അങ്ങനെ പല തരത്തിൽ ഖബറിങ്ങ ചെന്നെന്ന്, എൻ്റെ ഉപ്പാൻ്റെ ഖബറിങ്ങ ചെന്ന് ഞാനൊന്ന് ദുആ ചെയ്താൽ, ഞാൻ ഒറ്റയ്ക്ക് ദുആ ചെയ്താൽ ഫലം കിട്ടുകയില്ല, അതിന് ഗുണം കിട്ടുകയില്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല. അതിനൊരു ഉസ്താദിൻ്റെ സഹായം വേണം. ആ ഉസ്താദ് വന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് നമ്മളവിടെ അനുയായിയായി നിന്ന് പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് അള്ളാഹിനോട് പറയണം. എന്നിട്ട് ആ ഉസ്താദിന് പണം കൊടുക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു ഗർഭിണിയായ മുസ്ലിം പെണ്ണ് പ്രസവാവസ്ഥയാർത്ഥം ഭർത്തൃ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ഒരു ഉസ്താദ് വന്ന് ദുആ ചെയ്യണം, അതിന് പൈസ കിട്ടണം. കല്യാണം നടത്തി കൊടുക്കണം, നിക്കാഹ് നടത്തി കൊടുക്കണം, പണം വാങ്ങണം. ഖുതുബ നടത്തണോ, പണം വേണം. ധനാഢ്യരായ ആളുകൾ പണ്ഡിതന്മാരാണെങ്കിൽ പോലും അവർ ഖുതുബ നടത്താൻ പണം വാങ്ങാം. ഖുർആൻ ക്ലാസ് നടത്തണോ, പൈസ കിട്ടണം. ഇങ്ങനെ മുമ്പൊന്നും പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആളുകൾ ഇങ്ങനെ പണമൊന്നും വാങ്ങൂലായിരുന്നു. അതായിരുന്നു അവരുടെ ഒരു വലിയ ക്വാളിറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. ഇന്ന് 1-2 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന കോളേജ് അധ്യാപകരായ ജുമാക്ക് ഖുതുബ നടത്തുകയും ജുമാക്ക് നേതൃത്വം നൽകുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഖുതുബ കഴിഞ്ഞ് പോകുമ്പോൾ പണം കിട്ടണം. ഇങ്ങനെ പണത്തിനോടുള്ള ഒരു ആർത്തി, അത് ന്യായമാണോ അന്യായമാണോ, അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണോ ഇഷ്ടപ്പെടാത്തതാണോ, ഇങ്ങനെയൊന്നും ആരും ചിന്തിക്കണില്ല. മസാറുകളിലേക്ക്, മഖബറകളിലേക്ക് ടൂറ്, അതിലും ഒരു പണപ്പിരിവ്, അതിനുള്ള ചെലവ് മാത്രമല്ല, ഉസ്താദന്മാർക്ക് വേറെ. ഇതൊക്കെ ഈ സമുദായത്തിനകത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ കസീറൻ മിനൽ അഹ്ബാരി വർ റുഹ്ബാൻ, ധാരാളം പണ്ഡിതന്മാരും പുരോഹിതന്മാരും. അത് മുസ്ലിങ്ങളെ മുഅ്മിനുകളെ വിളിച്ച് പറയുമ്പോൾ മുഅ്മിനുകളിലും ആ ദോഷമുണ്ടാകും. അത് തിരുത്തണം, അതുണ്ടാകാൻ പാടില്ലാത്തതാണ്. പണ്ഡിതന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ധാർമ്മിക വിശുദ്ധി, ഒരു സദാചാര വിശുദ്ധി, ഒരു സാമ്പത്തിക അച്ചടക്കം, സാമ്പത്തിക കൃത്യത, നിഷ്ഠ, പൊതുജനങ്ങളിൽ നിന്ന് പണം അന്യായമായി ഈടാക്കാതിരിക്കാനുള്ളൊരു ബോധം, ഇതൊക്കെ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷിക്കുക, ഏത് മതത്തിലുള്ള, ക്രിസ്തു മതത്തിലാണെങ്കിലും ജൂതമതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും, നമ്മൾ അതിലെ പണ്ഡിതന്മാരിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും സന്യാസിമാരിൽ നിന്നുമൊക്കെ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു നന്മയുണ്ടല്ലോ. പക്ഷേ ആ നന്മ പേരിൽ മാത്രം സന്യാസി അല്ലെങ്കിൽ യോഗി എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെ, യോഗിമാരെന്ന് പറഞ്ഞാൽ സന്യാസിമാരാണല്ലോ, ഇങ്ങനെ അവർ തന്നെ വർഗീയ വിഷം തുപ്പുന്ന, സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്ത, ചൂഷണം ചെയ്യുന്ന ഒരു സ്ഥിതി പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതെല്ലാ മതവിഭാഗങ്ങളിലും. അത് വളരെ അപകടകരമാണ് എന്നാണ് പടച്ച തമ്പുരാൻ നമ്മളെ ഉണർത്തുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ റുഹ്ബാൻ. അപ്പം അങ്ങനെയുള്ള ദുഷ്പ്രവണത ആരിലും ഉണ്ടാകാൻ പാടില്ല. മുസ്ലിം മുഅ്മിനുകളെ വിളിച്ച് പറയുമ്പോൾ മുഅ്മിനുകളിൽ ഏതായാലും ഉണ്ടാകാൻ പാടില്ല. പിൽക്കാലത്ത് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ കാര്യം അല്ലാഹു തആല ഗൗരവത്തിൽ എടുത്തു പറയുന്നത്. അതാണ് ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ റുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അവരങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുക. ഇതാണ് പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെ നിലപാടെങ്കിൽ സാധുക്കൾ ദീനിൽ നിന്ന് അകലെയാണ് ചെയ്യുക. സാധുക്കൾ ദീൻ അവരുടെ നിലവാരം കണ്ടിട്ട്, അവരുടെ നിലപാട് കണ്ടിട്ട് എന്ത് ദീൻ എന്നൊക്കെ നമ്മളെ കൂട്ടത്തെ നമ്മൾ തന്നെ പറയാറില്ലേ, ഓനൊക്കെയാണ് ഇമാമ്, ഓനൊക്കെയാണ് നേതാവ്, അവനൊക്കെയാണ് പണ്ഡിതൻ എന്നൊക്കെ നമ്മൾ തന്നെ പല ആളുകളെ സംബന്ധിച്ച് അത് ദീനിൽ നിന്ന് ആളുകൾ അകറ്റുക ചെയ്യുക. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിള, സ്വർണവും വെള്ളിയും സംഭരിച്ചു വെക്കുന്നവർ. അന്ന് സ്വർണവും വെള്ളിയും ആണല്ലോ സമ്പത്തിൻ്റെ അടിത്തറ. അതിനോട് തുലനം ചെയ്തിട്ടാണ് എല്ലാ കാലത്തും കറൻസികളടക്കം മൂല്യം കണക്കാക്കുന്നത്.
അപ്പോൾ യക്നിസൂന ദഹബ, കനസ യക്നിസു പറഞ്ഞാൽ സമ്പാദിക്കുക, സംഭരിക്കുക, നിധിയായി സൂക്ഷിച്ചു വെക്കുക എന്നൊക്കെയാണ്. കൻസ് പറഞ്ഞാൽ നിധി എന്നാണ് അർത്ഥം. അപ്പോൾ സ്വർണവും വെള്ളിയും നിധിയായി സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുകയും, കറൻസി ആവാം, ബാങ്ക് ബാലൻസ് ആവാം, പണം 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 ഇങ്ങനെയാണല്ലോ ആളുകൾ പലപ്പോഴും പണം വർദ്ധിപ്പിക്കാൻ വേണ്ടി അത് തന്നെ ദുനിയാവിൽ പണമുണ്ടാക്കലാണ് തങ്ങളുടെ ഉത്തരവാദിത്തം എന്നുള്ള മട്ടിൽ പണത്തിന് പിന്നാലെ ഓടുന്ന ഒരുപാട് കച്ചവടക്കാരും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാതിരിക്കുക, സക്കാത്ത് കൊടുക്കാതിരിക്കുക, സദക്ക കൊടുക്കാതിരിക്കുക. അപ്പോൾ സമ്പാദിക്കുന്നതിനെയല്ല, സമ്പാദിച്ചതിനെ അള്ളാഹു പറഞ്ഞത് പ്രകാരം വിനിയോഗിക്കാതിരിക്കുന്നതാണ് വിഷയം. ഇങ്ങനൊരു സംഭവമുണ്ട്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ ഈ രണ്ടായത്തുകളും, അതായത് 34, 35 അവതരിപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ സഹാബിമാർ വളരെ വിഷമിച്ചു, വളരെ ഉത്കണ്ഠപ്പെട്ടിട്ട് അവർ പറഞ്ഞു, എന്താ ഇപ്പം ചെയ്യുക, ഇനി നമ്മൾ സമ്പാദിക്കാൻ പാടില്ല, നമ്മുടെ അനന്തര തലമുറക്ക് വേണ്ടി എന്തു ചെയ്യും നമ്മൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ട് നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ജനങ്ങളിങ്ങനെ വളരെ വിഷമത്തിലാണ്, എന്താ നമ്മൾ ചെയ്യുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സക്കാത്ത് നിശ്ചയിച്ചത് അത് നിങ്ങളുടെ ധനം, ബാക്കിയുള്ള ധനം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. അനന്തരമായിട്ട് നിങ്ങൾക്ക് മുതലുണ്ടെങ്കിൽ അതിന് അനന്തരാവകാശ നിയമവും നിശ്ചയിച്ചിരിക്കണമല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? അനന്തരാവകാശികൾക്ക് സമ്പത്ത് അവർക്ക് വേണ്ടി സമ്പാദിക്കാം തന്നെയാണ്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തക്ബീർ മുഴക്കിക്കൊണ്ട് ജനങ്ങളെ കാര്യം ഉണർത്തുകയാണ്. അപ്പോൾ പിൻഗാമികൾക്ക് വേണ്ടി അവശേഷിപ്പിക്കുക, സമ്പത്ത് സമ്പാദിക്കുകയും അവശേഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതിനല്ല, മറിച്ച് ആ നേടിയ സമ്പത്തിൽ നിന്ന് ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഗുണം, നന്മ, അത് സക്കാത്തായിട്ടും സദഖയായിട്ടും നൽകിയിട്ടില്ലെങ്കിൽ അതിനെയാണ് ഖുർആൻ ആക്ഷേപിക്കുന്നതും വിമർശിക്കുന്നതും. ഒരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അയ്യു മാലിൻ അദ്ദൈത സക്കാത്തഹു ഫലൈസ ബികൻസിൻ, ഏതൊരു ധനം നീ അതിൻ്റെ സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ എങ്കിൽ അത് കൻസ്, നിധിയിൽപ്പെടുകയില്ല. അപ്പോൾ സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനായി സദഖായി ധർമ്മവും നൽകണം എന്നുള്ളത്. ഇബ്നു ഉമർ, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൈവശം ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടായാലും ഒരു കുഴപ്പമില്ല. ഉഹദ് മല എന്നുള്ളത് അവർ ഏകദേശം ഒരു കണക്ക് പറയുകയാണ്, അങ്ങനെ വർധനവ് പറയുകയാണ്. ഉഹദ് മലയോളം സ്വർണ്ണമുണ്ടായാലും അതിനൊരു കുഴപ്പമില്ല, ഞാൻ അതിൻ്റെ കണക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൃത്യമായിട്ട് സക്കാത്ത് കൊടുക്കണം, അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്നതിന് വേണ്ടി അതിൽ നിന്ന് ചെലവഴിക്കണം, എന്നാലും സമ്പത്തുള്ളതുകൊണ്ടൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ആ സമ്പത്ത് അവർക്ക് ദോഷമായി മാറും, നാളെ പരലോകത്ത് അത് അവർക്ക് ശിക്ഷാ കാരണമാകും എന്ന അടുത്ത സൂക്തം കൂടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവൻ്റെ പ്രീതിക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഭാഗ്യവാന്മാരെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സമ്പന്നന്മാർക്ക് അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്തും സദഖയും കൊടുക്കുവാനുള്ള മനസ്സ് അല്ലാഹു തആല നൽകട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين.